Good evening all. So ഇപ്രാവശ്യത്തെ അഗ്രികൾച്ചർ ഓഫീസർ എക്സാമിന് വന്ന സോയിൽ സയൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഒരു 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കാൽഷ്യം അമോണിയം നൈട്രേറ്റ് ഈസ് എ ന്യൂട്രൽ ഫെർട്ടിലൈസർ. ഇപ്പൊ നമ്മൾ ഫെർട്ടിലൈസറിന്റെ ആ ഒരു പോർഷൻ പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം CAN അതായത് കാൽഷ്യം അമോണിയം നൈട്രേറ്റ് വിച്ച് ഇസ് ഓൾസോ നോൺ ടു ബി കിസാൻ കാർഡ് എന്ന് പറയുന്ന ഈ ഒരു ഫെർട്ടിലൈസർ ഒരു ന്യൂട്രൽ ഫെർട്ടിലൈസർ ആണ്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. Now the second statement, boron uptake is limited by excess lime. സോ ഈ ഒരു ഓപ്ഷൻ നമുക്ക് അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റിനെ പറ്റി അറിയണമെങ്കിൽ നമുക്ക് pHും ന്യൂട്രിയന്റ് അവൈലബിലിറ്റിയും റിലേറ്റഡ് ആയി വരുന്ന ആ പോർഷൻ ഓർക്കണം. സോ ഒരുവിധം മിക്ക മൈക്രോ ന്യൂട്രിയൻസും അവൈലബിൾ ആവുന്നത് അസിഡിക് pHലാണ് എക്സെപ്റ്റ് മോളിബ്ഡിനം. മോളിബ്ഡിനം മാത്രമാണ് ആൽക്കലൈൻ pHൽ അവൈലബിൾ ആവുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ലൈം എക്സസ് ആയിട്ട് ഇടുവാണെങ്കിൽ നമ്മുടെ pH ഓട്ടോമാറ്റിക്കലി അവിടെ റേസ് ആവും. അപ്പോൾ അങ്ങനെ വരുന്ന pH കൂടിയ കണ്ടീഷനിൽ നമുക്ക് ബോറോന്റെ അപ്ടേക്ക് എന്തായാലും ലിമിറ്റഡ് ആയിരിക്കും. കാരണം ബോറോൺ, അയേൺ, മാംഗനീസ്, സിങ്ക് ഇവരുടെ എല്ലാം അവൈലബിലിറ്റി അല്ലെങ്കിൽ ഇവരുടെ എല്ലാം അപ്ടേക്ക് കുറയും എക്സെപ്റ്റ് മോളിബ്ഡിൻ ആണ്. അപ്പോൾ നമ്മുടെ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ലൈമിംഗ് കൂടിക്കഴിഞ്ഞാൽ ബോറോന്റെ അപ്ടേക്ക് എഫക്റ്റഡ് ആയിരിക്കും. തേർഡ് സ്റ്റേറ്റ്മെന്റ് എക്സസ് ഫോസ്ഫറസ് എൻകറേജ് സിങ്ക് ഡെഫിഷ്യൻസി. സോ നമ്മൾ ആന്റഗോണിസ്റ്റിക് റിലേഷൻഷിപ്പിൽ മെയിൻ ആയിട്ട് പറയുന്ന ഒരു എക്സാമ്പിളും ഫോസ്ഫറസും സിങ്കും ആണ്. ഫോസ്ഫറസിന്റെ ആപ്ലിക്കേഷൻ കൂടുകയാണെങ്കിൽ സിങ്കിന്റെ അവൈലബിലിറ്റി കുറയും, അല്ലെങ്കിൽ സിങ്കിന്റെ ആപ്ലിക്കേഷൻ കൂടുകയാണെങ്കിൽ ഫോസ്ഫറസിന്റെ അവൈലബിലിറ്റി കുറയും. ഇവ രണ്ടും എപ്പോഴും ആന്റഗോണിസ്റ്റിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ്. സോ നമ്മുടെ തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. നൗ ദ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ബേസിക് സ്ലാഗ് ഈസ് എ സിട്രിക് ആസിഡ് ഇൻസോലബിൾ ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസർ. നമ്മൾ ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ അതായത് വാട്ടർ സോലബിൾ, സിട്രിക് ആസിഡ് സോലബിൾ, നൈതർ സോലബിൾ ഇൻ ബോത്ത് അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഈ 3 കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ ബേസിക് സ്ലാഗ് എന്ന് പറയുന്ന ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസർ വാട്ടർ ഇൻസോലബിൾ ആണ്, പക്ഷേ സിട്രിക് ആസിഡ് സോലബിൾ കാറ്റഗറിയിലാണ് വരുന്നത്. സോ നമ്മുടെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അപ്പോൾ ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഈസ് ആൻസർ സി. സെക്കൻഡ് ക്വസ്റ്റ്യൻ capillary water is held between tension. സോ ഇതൊരു ഓൾമോസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കറിയാം അവൈലബിൾ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് കപ്പാസിറ്റിക്കും പെർമനന്റ് മെൽറ്റിംഗ് പോയിന്റിനും ഇടയിലുള്ളതാണ്. അതായത് നമ്മുടെ ഓപ്ഷൻ എ 1/3 അറ്റ്മോസ്ഫിയർ ടു 15 അറ്റ്മോസ്ഫിയർ അതാണ് അവൈലബിൾ വാട്ടർ. നമ്മുടെ ക്വസ്റ്റ്യൻ കാപ്പിലറി വാട്ടർ ആണ്. സോ 1/3 അറ്റ്മോസ്ഫിയർ ടു 31 അറ്റ്മോസ്ഫിയർ അതിനെയാണ് നമ്മൾ കാപ്പിലറി വാട്ടർ എന്ന് പറയുക. അതായത് ഫീൽഡ് കപ്പാസിറ്റി മുതൽ ഹൈഗ്രോസ്കോപ്പിക് കോഎഫിഷ്യന്റ് വരെയുള്ള ആ വാട്ടർ, ആ ബിറ്റ്വീൻ ആ വാട്ടറിനെയാണ് നമ്മൾ കാപ്പിലറി വാട്ടർ എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സോ capillary water is held between the tension field capacity to hygroscopic coefficient. That means between 1/3 atmosphere to 31 atmosphere. Option B. Now third question. Calculate the total urea requirement of rice variety KAU Paurnami cultivated in 1 acre. ഒരു ഏക്കറിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന KAU പൗർണമിക്ക് ആവശ്യമായിട്ടുള്ള യൂറിയയുടെ ക്വാണ്ടിറ്റി ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇത് കുറച്ചും കൂടെ ഒരു ഇത്തിരി ഡിഫിക്കൽട്ട് റേഞ്ച് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് KAU പൗർണമി എന്ന് പറയുന്നത് ഏത് ഏരിയയ്ക്ക് സ്പെസിഫിക് ആയിട്ട് റിലീസ് ചെയ്ത വെറൈറ്റി ആണ്, അല്ലെങ്കിൽ അതിന് ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ടത്. അത് ഏത് ഡ്യൂറേഷൻ ആണ്, ഏത് ഏരിയയ്ക്കാണ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യം അറിയണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ KAU പൗർണമി എന്ന് പറയുന്നത് 2018 KAU റിലീസ് ചെയ്തൊരു വെറൈറ്റി ആണ് വിച്ച് സ്പെസിഫിക്കലി ഫോർ കുട്ടനാട് ഏരിയ. ആ കുട്ടനാട് ഏരിയയ്ക്ക് തന്നെ അതിലെ മീഡിയം ഡ്യൂറേഷൻ ആയിട്ടുള്ള ഒരു റൈസ് വെറൈറ്റി ആണ്. സോ ഇതിന്റെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ അതിന്റെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് 1945-15 ആണ്. ഞാൻ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1945-15 ആണ് അത് വരുന്നത്. കാരണം മീഡിയം ഡ്യൂറേഷൻ കുട്ടനാട് റൈസ് ക്രോപ്പിന്റെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ POP പറയുന്നത് ഇത്ര പ്രകാരമാണ്. സോ അതിൽ തന്നെ നമ്മുടെ യൂറിയ ആണ് ക്വസ്റ്റ്യൻ. സോ 100/46 into 90 നമ്മൾ ചെയ്യും. സോ വി വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 195.65 കിലോഗ്രാം. ഓപ്ഷൻ അത് ഓൾറെഡി നമ്മുടെ ഡി എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്, പക്ഷെ അത് നമ്മളെ ഒന്ന് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ആൻസർ വരുന്നത് 1 ഹെക്ടറിനുള്ള യൂറിയ റിക്വയർമെന്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ അത് 1 ഏക്കറിനുള്ളതാണ്. സോ നമുക്ക് ഒരു കൺവേർഷനും കൂടെ അറിയണം. ഒരു ഹെക്ടർ എന്ന് പറയുന്നത് 2.5 ഏക്കർ ആണെന്നുള്ളത് നമുക്കറിയാം. സോ നമുക്ക് കിട്ടിയ ആൻസർ അതായത് 195.65 എന്ന് പറഞ്ഞ ആൻസറിനെ വി ഹാവ് ടു ഡിവൈഡ് ഇറ്റ് ബൈ 2.5. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ഏക്കറിന് ആവശ്യമായിട്ടുള്ള യൂറിയയുടെ റിക്വയർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഇസ് 78.26 കിലോഗ്രാം ആണ്. സോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് 78.26 കിലോഗ്രാം. Now the next question, we have to select the wrong statements. So the first statement is calcium, magnesium, sulfur are secondary nutrients. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാൽഷ്യം, മെഗ്നീഷ്യം, സൾഫർ ഒരു പ്രൈമറി ആയിട്ടുള്ള മാക്രോ സെക്കൻഡറി ന്യൂട്രിയൻസ്, പ്രൈമറി അല്ല മാക്രോ സെക്കൻഡറി ന്യൂട്രിയൻസ് ആണ്. പിന്നെ
Magnesium, it is a component of nitroreductase enzyme. ആക്ച്വലി മെഗ്നീഷ്യം അല്ല നമ്മുടെ നൈട്രോഡക്ടേസ് എൻസൈമിന്റെ കമ്പൗണ്ട് ആയിട്ട് വരുന്നത്, മോളിബ്ഡിനം ആണ്. അടുത്ത അത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, നൈട്രജൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു നൈട്രൈറ്റ് ബൈ എർത്ത്വർംസ്. ഇവിടെ നമ്മൾ നൈട്രജന്റെ പല മിനറലൈസേഷൻസും പഠിക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നൈട്രജൻ അമോണിയക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ലെഗ്യൂംസ്, റൈസോബിയ പോലെയുള്ളതൊക്കെ. അതിനുശേഷം അമോണിയ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു നൈട്രൈറ്റ്, പിന്നീട് നൈട്രേറ്റ് ആവുന്നു. ഈ കൺവേർഷൻസ് ആരും എർത്ത്വർംസ് അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. ഓരോ കൺവേർഷനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. സോ നമ്മുടെ ഈ തേർഡ് സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. The fourth statement is gibbsite is aluminium hydrous oxide. Yes, AlOH thrice aluminium ഹൈഡ്രോക്സൈഡിനെയാണ് നമ്മൾ വിളിക്കുന്നത് gibbsite എന്ന്. സോ ഇവിടെ നമ്മുടെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ 1 കറക്റ്റ് ആണ്, 4 കറക്റ്റ് ആണ്. സോ നമ്മൾ ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ ഡി. ദ സ്റ്റേറ്റ്മെന്റ്സ് 1 and 4 are correct. Next question, what happens to bulk density of soil when organic matter is added to the soil? സോ നമ്മൾ ഓർഗാനിക് മാറ്റർ ആഡ് ചെയ്യുമ്പോൾ ബൾക്ക് ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം ബൾക്ക് ഡെൻസിറ്റിക്ക് എപ്പോഴും നമ്മൾ ഓർഗാനിക് മാറ്റർ അഡീഷൻ കൊണ്ട് ബൾക്ക് ഡെൻസിറ്റി കുറയും. സോ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ബൾക്ക് ഡെൻസിറ്റി ഇൻക്രീസ്. അപ്പോൾ ഒബ്വിയസ്ലി അത് തെറ്റാണ്, കാരണം ബൾക്ക് ഡെൻസിറ്റി കുറയാണ് ചെയ്യുന്നത്. പാർട്ടിക്കൽ ഡെൻസിറ്റി ഈസ് ഡിക്രീസ്ഡ്. കാരണം നമ്മൾ ഓർഗാനിക് മാറ്റർ അഡീഷൻ കൊണ്ട് പാർട്ടിക്കൽ ഡെൻസിറ്റിക്ക് വലിയ വേരിയേഷൻസ് എന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല. മോറോലെസ് പാർട്ടിക്കൽ ഡെൻസിറ്റി സെയിം ആയിട്ടാണ് എപ്പോഴും നിൽക്കാറ്. സോ അതിന്റെ ഒരു ഇൻക്രീസിങ് ഡിക്രീസിങ് എന്ന് നമുക്കത് പറയാറില്ല, പ്രസക്തി നമ്മൾ അത് കൊടുക്കാറില്ല. ഇറ്റ് ഇസ് നോട്ട് റെലവെന്റ്. ദെൻ നെക്സ്റ്റ് ഈസ് പോറോസിറ്റി ഈസ് ഇൻക്രീസ്ഡ്. ബൾക്ക് ഡെൻസിറ്റി കുറയുമ്പോൾ ഒബ്വിയസ്ലി അവിടെ പോറോസിറ്റി കൂടാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് 1 and 4 ആണ്. ബൾക്ക് ഡെൻസിറ്റി കുറയും ചെയ്യും, പ്ലസ് പോറോസിറ്റി ഇൻക്രീസ് ആവുന്നുണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 1 and 4. അതായത് ഓപ്ഷൻ ബി ആണ് വരുന്നത് നമ്മുടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈറ്റ് സ്പെസിഫിക് ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് അഡോപ്റ്റ്സ് ദ യൂസ് ഓഫ്. സോ ഇവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാം. അതായത് സൈറ്റ് സ്പെസിഫിക് ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ്, അപ്പോൾ നമുക്ക് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, ഏത് പൊസിഷനിലാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ് കൊടുക്കേണ്ടത് നമുക്കറിയണം. അതുപോലെ തന്നെ ജോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം, ആ വില്ലേജ് ആ ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള എല്ലാ ഇൻഫോർമേഷൻസ് നമുക്ക് വേണം. ആൻഡ് ഫോർ ഓൾ ദീസ് വി നീഡ് ദ ഹെൽപ്പ് ഓഫ് റിമോട്ട് സെൻസിങ്. സോ ഈ മൂന്നിന്റെയും ഹെൽപ്പ് കൊണ്ട് മാത്രമേ നമുക്കൊരു സൈറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂട്രിയൻ മാനേജ്മെന്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. സോ ഹിയർ ദ ആൻസർ ഈസ് ഓൾ ദ അബവ്. ഈ മൂന്ന് കമ്പോണൻസും നമുക്ക് ആവശ്യമുള്ളതാണ് SSNM-ൽ. That means site specific nutrient management we need all this integrated use of GPS, GIS and remote sensing. Next question, select the non-mineral essential element which is required for the plants. So നമുക്കറിയാം ഒരു non-mineral ആയിട്ട് elements എന്ന് പറഞ്ഞാൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ്. സോ ഇവിടെ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കാർബൺ ആൻഡ് ഓക്സിജൻ. ഹൈഡ്രജൻ ഉണ്ട്, പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഐഡിയൽ ആയിട്ടുള്ള ഓപ്ഷൻ ബി ആണ്, കാർബൺ ആൻഡ് ഓക്സിജൻ ആണ് നോൺ മിനറൽ. വേറസ് ഓൾ അതർ മിനറൽസ് ആർ, അല്ലെങ്കിൽ വേറെ ഓൾ അതർ ഓപ്ഷൻസിൽ മിനറൽ എസെൻഷ്യൽ ആയിട്ട് മിനറൽ എലമെന്റ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്, എക്സെപ്റ്റ് കാർബൺ ആൻഡ് ഓക്സിജൻ. നെക്സ്റ്റ്, വിച്ച് ആർ ലോ ലൈം റിക്വയറിംഗ് പ്ലാന്റ്സ്. ഇപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കുറച്ച് ലൈം, അതായത് എന്തായിരിക്കും അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അസിഡിക് pH ആയിരിക്കും. അങ്ങനെയുള്ള ക്രോപ്സിനെ സെലക്ട് ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈസ്, റാഗി, ബാർലി. നമുക്കറിയാം റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇറ്റ് ഈസ് എ ലോ ലൈം റിക്വയർമെന്റ്. ഒത്തിരി ലൈം റൈസിന് ആവശ്യമില്ല, കാരണം ഓൾമോസ്റ്റ് ഒരു അസിഡിക് pH ആണ് നമ്മുടെ റൈസ് വളരുന്നത്. പക്ഷെ കൂടെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള ബാർലി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈലി ലൈം റിക്വയറിംഗ് ആയിട്ടുള്ള ക്രോപ്പ് ആണ്. സോ നമുക്ക് ഓപ്ഷൻ എ എടുക്കാൻ പറ്റില്ല. ദ സെക്കൻഡ് ഓപ്ഷൻ ടീ, കോഫി, പൈനാപ്പിൾ. ഇതിൽ ഈ മൂന്ന് ക്രോപ്സും വളരെയധികം കുറച്ച് ലൈം പ്രിഫർ ചെയ്യുന്ന ക്രോപ്സ് ആണ്. അതായത് ഇവർ മൂന്നും നല്ല അസിഡിക് pH-ന് സ്യൂട്ടബിൾ ആയിട്ട് വളരുന്ന ക്രോപ്സ് ആണ്. സോ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇതിൽ കറക്റ്റ് വരുന്നത്. ഇനി നമുക്ക് വെറുതെ നോക്കാം. ഓപ്ഷൻ സി, കോട്ടൺ, ഷുഗർ കെയിൻ, കൗപ്പി. ഇതിലെ കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ലൈം റിക്വയറിംഗ് ആയിട്ടുള്ള ക്രോപ്പ് ആണ്. അതുപോലെ നെക്സ്റ്റ് ഓപ്ഷൻ വീറ്റ്, ടൊബാക്കോ, സ്വീറ്റ് പൊട്ടറ്റോ. ഈ സ്വീറ്റ് പൊട്ടറ്റോയ്ക്കൊക്കെ അത്യാവശ്യം ഒരു മീഡിയം രീതിയിൽ ലൈമിംഗ് ഒക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്. സോ ഇതിലിപ്പോ മൂന്ന് ക്രോപ്സിനും ലൈമിംഗ് ഒട്ടും വേണ്ടാത്തെന്ന് പറയാൻ ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഇസ് ടീ, കോഫി, പൈനാപ്പിൾ. These are the three crops which doesn't require lime. It doesn't require എന്ന് പറയാൻ പറ്റില്ല, which require lime in very limited quantity because they prefer to grow in acidic pH. Next question, the first reactions to occur when an aerobic soil is flooded and becomes anaerobic.
ഈ സോയിൽ സയൻസ് പോർഷനിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് കുറച്ചും കൂടി ഡൗട്ട്ഫുൾ ആയിട്ടുള്ളത്. കാരണം ഇവിടെ പറയുന്നത് ഫസ്റ്റ് റിയാക്ഷൻസ്, അതായത് ഒരു എറോബിക് സോയിൽ ഫ്ലഡിങ് സംഭവിച്ചാൽ, അതായത് അണ്ടർ അനൈറോബിക് കണ്ടീഷൻസിൽ നടക്കുന്ന ഫസ്റ്റത്തെ റിയാക്ഷൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ. തീർച്ചയായിട്ടും ഒരു എറോബിക് സോയിൽ അനൈറോബിക് ആവുമ്പോൾ അവിടെ ഓക്സിജൻ ഡിപ്ലീഷൻ ഉണ്ടായിരിക്കും. സോ ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ കോമൺ ആയിട്ട് 4 സ്റ്റേറ്റ്മെന്റ്സിലും അവർ പറയുന്നുണ്ട്. ആൻഡ് ഓക്സിഡേഷൻ ഓഫ് അമോണിയ ടു നൈട്രേറ്റ്. സോ അമോണിയ ടു നൈട്രേറ്റ് ആവണമെങ്കിൽ അവിടെ ഓക്സിഡേഷൻ ആണ് നടക്കേണ്ടത്. കാരണം ഹൈഡ്രജൻ പോയി ഓക്സിജൻ വരണമെങ്കിൽ അവിടെ ഓക്സിഡേഷൻ ആണ്. സോ നമ്മുടെ അനൈറോബിക് കണ്ടീഷൻസിൽ ഓക്സിഡേഷൻ നടക്കുന്നില്ല. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ്ലി റോങ് ആണ്. The second is depletion of oxygen and reduction of nitrate. ഇപ്പോൾ നമുക്ക് ഞാനിങ്ങനെ നൈട്രേറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും we cannot or I cannot read it as nitrate. നൈട്രേറ്റ് എന്ന് ഞാൻ വായിക്കണമെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് ചാർജ് അവരവിടെ കാണിക്കണം. അതുപോലെ തന്നെ മുകളിലത്തെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലും NH4+ എന്നോ NO3- എന്നോ എല്ലാം അവർ കൊടുത്തിട്ടുള്ളത്. ഈ NO3 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഇല്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ആ കോമ്പൗണ്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ നമുക്ക് നമ്മൾ ആ സൈൻ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ ഓക്കെ, ഡിപ്ലീഷൻ ഓഫ് ഓക്സിജനും റിഡക്ഷൻ ഓഫ് നൈട്രേറ്റും നമുക്ക് അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ആസ് സച്ച് ഞാൻ പറയുകയാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. കാരണം അവിടെ ആ കോമ്പൗണ്ട് NO3- എന്ന് പറയുന്ന കോമ്പൗണ്ടേ ഉള്ളൂ, അല്ലാതെ NO3 എന്ന ഒരു കോമ്പൗണ്ട് ഇല്ല. ഇനി അവിടെ നെഗറ്റീവ് സൈൻ ഉണ്ടായിരുന്നെങ്കിൽ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. ഇനി മൂന്നാമത്തത് ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് റിഡക്ഷൻ ഓഫ് Fe3. സോ നമ്മൾ ഈ സബ്മേർജ് സോയിൽസിൽ ഈ സീക്വൻസ് ഉണ്ട്, ഒരു പെർട്ടിക്കുലർ സീക്വൻസ് ഉണ്ട് നമ്മുടെ റിഡക്ഷൻ റിയാക്ഷൻസിലെ സീക്വൻസ്. അതിൽ വരുന്ന ഒരു റിയാക്ഷൻ തന്നെയാണ് റിഡക്ഷൻ ഓഫ് Fe3 എന്ന് പറയുന്നത്. കറക്റ്റ് ആണ്. നാലാമത്തത് ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് ഇൻക്രീസ് ഇൻ CO2. ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എപ്പോഴും സബ്മേർജ് കണ്ടീഷൻസിൽ ഓക്സിജൻ കുറയുകയും അവിടെ കാർബൺ ഡയോക്സൈഡ് ഇവല്യൂഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. സോ ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് ഇൻക്രീസ് ഇൻ CO2 മൊത്തം 4 സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ വേറെ ടൈപ്പോഗ്രാഫിക്കൽ എറേഴ്സ് ഒന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 4 ആണ്. പക്ഷെ ഓപ്ഷൻ 4 എന്ന് പറയുന്ന ഒരു കീ നമ്മുടെ ഇതിലില്ല. പിന്നെ ഇവിടെ കീ ആയിട്ട് പറയുന്നത് എനിക്ക് തോന്നുന്നു ഓപ്ഷൻ 2 and 4 എന്നാണ്. അതായത് ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ, റിഡക്ഷൻ ഓഫ് നൈട്രേറ്റും ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ, ഇൻക്രീസ് ഇൻ CO2. പക്ഷെ ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആസ് ദേ ഹാവ് ഷോൺ ദ നെഗറ്റീവ് സൈൻ, അവിടെ നൈട്രേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആയിട്ടാണ് മാറുക, കാരണം നെഗറ്റീവ് സൈൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചലഞ്ചബിൾ ആണ്, കാരണം അതിലൊരു ടൈപ്പോഗ്രഫി എറർ ഉണ്ട്. ഓക്കെ, അപ്പോ NO3- അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാം ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ കുറഞ്ഞ് CO2 വരുന്നതും അതോടൊപ്പം തന്നെ നൈട്രേറ്റിന്റെ റിഡക്ഷൻ ഓഫ് നൈട്രേറ്റ് നടക്കാം. പക്ഷെ ഇവിടെ നെഗറ്റീവ് സൈൻ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതിൽ കറക്റ്റ് ഒരു ആൻസർ എന്ന് പറയുകയാണെങ്കിൽ ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ, ഇൻക്രീസ് ഇൻ CO2, ആ ഒരു സ്റ്റേറ്റ്മെന്റ് 4 മാത്രമാണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ഇതിലേക്ക് തന്നിട്ടില്ല. ഓക്കെ, സോ ഇതാണ് ആ ഒരു സീക്വൻഷ്യൽ റിഡക്ഷൻ എന്ന് ഞാൻ പറഞ്ഞത്. ഇത് സബ്മേർജ് സോയിലിൽ നടക്കുന്നതാണ്. ഫസ്റ്റ് ഓക്സിജന്റെ നടക്കുന്നുണ്ട്, ഫോളോഡ് ബൈ നൈട്രേറ്റ് തന്നെയാണ് വരുന്നത്. Now, which statement is true? A pH of 2 is twice as acidic as pH 5. pH of 2 is twice as basic as pH 5. അങ്ങനെ പറയുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ടത് pH സ്കെയിലിലെ ഓരോ pH ചേഞ്ച് എന്ന് പറഞ്ഞാൽ, അതായത് 2, 3 ആവണമെങ്കിൽ അല്ലെങ്കിൽ 3, 4 ആവുകയാണെങ്കിൽ, ഒരു സിംഗിൾ ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ ആക്ച്വലി ഇൻ എഫക്റ്റ് എന്ന് പറഞ്ഞത് 10-fold ടൈംസ് ചേഞ്ച് ആണ്. ഓക്കെ, അപ്പോ ഒരു pH 2-ൽ നിന്ന് 3 ആവുകയാണെങ്കിൽ അവിടെ നടക്കുന്ന ഒരു 10-fold ആണ്. 2-ൽ നിന്ന് 4 ആവുകയാണെങ്കിൽ അവിടെ ഒരു 100-fold ആണ്. 2-ൽ നിന്ന് 5 ആവുകയാണെങ്കിൽ എഗെയിൻ ഒരു 10 ടൈംസ്, അതായത് 1000 ടൈംസ് ആണ് ചേഞ്ച് സംഭവിക്കുന്നത്. സോ ഇവിടെ 1000 ടൈംസ് ചേഞ്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ്. സോ എ pH of 2, it is 1000 ടൈംസ് അസിഡിക് ആസ് pH 5. pH 5-ലുള്ള ഒരു സോയിലിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ pH 2 ഉള്ള സോയിൽ 1000 ടൈംസ് അസിഡിക് ആയിരിക്കും. ബിക്കോസ് ഈ ഒരു പോയിന്റ് ഓർക്കുക, ഈച്ച് സിംഗിൾ ചേഞ്ച് ഇൻ pH ഇൻഡിക്കേറ്റ്സ് എ 10-fold ചേഞ്ച്. 2-ൽ നിന്ന് 3 ആവുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സിംഗിൾ യൂണിറ്റിന്റെ ചേഞ്ച് അല്ല അവിടെ നടക്കുന്നത്, മറിച്ച് 10 ടൈംസ് ആണ് അവിടെ pH മാറുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മേജർ മിനറൽ ദാറ്റ് ഇസ് പ്രസന്റ് ഇൻ ഓക്സിസോൾസ്. സോ നമ്മുടെ പെഡോളജി പോർഷൻസിൽ ഓരോ സോയിൽ ഓർഡേഴ്സും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഓക്സിസോൾ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ സോയിൽ ഓർഡറിൽ ഡോമിനന്റ് ആയിട്ടുള്ള മിനറൽ ദാറ്റ് ഇസ് കവോലിനൈറ്റ് ആൻഡ് സെസ്കി ഓക്സൈഡ് ആണ്. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. And the last question, the white alkali soils.
അപ്പോൾ വൈറ്റ് ആൽക്കലി സോയിൽസ് നമ്മളിത് ആ പ്രോബ്ലമാറ്റിക് സോയിൽസിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. വൈറ്റ് ആൽക്കലി സോയിൽസ് എന്ന് പറയുന്നത് സെലൈൻ സോയിൽസിനെയാണ്. നമ്മൾ സോഡിക് സോയിൽസ് എന്നൊക്കെ പറയുന്നത് അത് ബ്ലാക്ക് ആൽക്കലി സോയിൽസിനൊക്കെയാണ് നമ്മൾ സോഡിക് എന്ന് പറയാം. വൈറ്റ് ആൽക്കലി ദേ ആർ ഓൾവേസ് സെലൈൻ സോയിൽസ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ സോയിൽ സയൻസിലെ ക്വസ്റ്റ്യൻസ്. അതിൽ നമുക്ക് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ചലഞ്ചബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സബ്മേർജ്ഡ് കണ്ടീഷൻസിൽ പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് അവിടെ നൈട്രേറ്റ് ആ റിഡക്ഷൻ ഉണ്ടെങ്കിൽ പോലും നൈട്രേറ്റ് എന്നുള്ള ഒരു കോമ്പൗണ്ട് സ്പെസിഫിക്കലി അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇംപ്ലൈ വന്നാൽ മാത്രമേ അതൊരു ഒരു നൈട്രേറ്റ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അതർവൈസ് ദർ ഇസ് നോ കോമ്പൗണ്ട് ലൈക്ക് NO3. ഓക്കെ, സോ താങ്ക് യു ആൾ.